അച്ഛൻ എവിടെയാണമ്മേ? മുറ്റത്തുണ്ടല്ലോ. മാധവേട്ടനൊക്കെ വന്നിട്ടില്ലേ? അവരോട് സംസാരിക്കുകയാ. എന്താ ചിന്നു? 2-3 ദിവസമായി അച്ഛൻ എനിക്ക് മുഖം തരാറേയില്ല. ഞാൻ എന്തെങ്കിലും ചോദിച്ചാൽ തന്നെ ഒരു മൂളൽ, ഒരു വാക്ക്, മുഖത്ത് നോക്കുന്ന പോലുമില്ല. അച്ഛൻ എന്ത് പറ്റിയമ്മേ? പൂർണിമ വാത്സല്യത്തോട് ചിന്നുവിന്റെ മുടിയിൽ തഴുകി. നാളെ ചിന്നുവിന്റെ വിവാഹമാണ്. 23 വർഷം ഈ വീടിന്റെ വിളക്കായിരുന്നവൾ, ശബ്ദമായിരുന്നവൾ, സംഗീതമായിരുന്നവൾ, മകൾ. അവരുടെ കണ്ണൊന്ന് നിറഞ്ഞു. മോളെ, നാളെ പോവല്ലേ? അച്ഛനുള്ളിൽ സങ്കടമുണ്ടാവും. അത് പുറത്തു വന്നാലോ എന്ന് പേടിച്ചിട്ടാ. ചിന്നുവിന്റെ മുഖം ഒന്ന് വാടിയെങ്കിലും അവൾ പെട്ടെന്ന് ചിരി വരുത്തി. അപ്പോ അമ്മയ്ക്ക് വിഷമമില്ലേ? ഇനി വഴക്ക് പറയാൻ ആളില്ലല്ലോ. എടി ചിന്നു, എണ്ണീർക്ക് നേരം വെളുത്തു. പെൺപിള്ളേരിങ്ങനെ സൂര്യൻ ഉദിക്കുന്നത് വരെ കിടക്കരുത് എന്നറിഞ്ഞുകൂടെ? എടി ചിന്നു, കാലിന്മേൽ കാല് കയറ്റി വെക്കാതെ. ഈശ്വര, കെട്ടിക്കൊന്ന വീട്ടുകാരെ കൊണ്ട് എന്നെ ചീത്ത പറയിക്കുമോ നീ? ദേ ചിന്നു, പാചകമൊക്കെ പഠിച്ചോട്ടോ. ഇന്നും ഇങ്ങനെ അമ്മയുണ്ടാക്കുന്നത് മാത്രം തിന്നാതെ. അങ്ങനെ എന്തെല്ലാം. ഇനി അതൊന്നും കേൾക്കണ്ടല്ലോ, ചിന്നു കുസൃതിയിൽ പറഞ്ഞു. പൂർണിമ ചിരിച്ചു. അവൾ പോകുമ്പോൾ ഹൃദയം അടർന്നു പോകുന്നത് അവൾ അറിയുന്നുണ്ടാകുമോ? ശാസിച്ചാലും തല്ലിയാലും നീ എന്റെ ജീവനാ കുഞ്ഞേ എന്ന് ഹൃദയം മന്ത്രിക്കാത്ത ഏതെങ്കിലും അമ്മയുണ്ടാകുമോ? അവൾക്കൊന്ന് പനിച്ചാൽ, ആ വിരലൊന്ന് മുറിഞ്ഞാൽ തളർന്നു പോകുന്ന ഉടലും മനസ്സുമാണ് അമ്മയ്ക്കും അച്ഛനുമെന്ന് അവൾക്കറിയാമായിരിക്കുമോ? അമ്മേ, പറയമ്മേ, അമ്മയ്ക്ക് വിഷമമില്ലേ? ചിന്നു അമ്മയെ തോണ്ടി. എന്തിന്? അവർ ചിരിച്ചു. നീ നിന്റെ ചെക്കൻ്റെ കൂടെ സന്തോഷമായിട്ട് അടിച്ചു പൊളിച്ച് നടക്കുന്നത് കണ്ടിട്ട് സന്തോഷിക്കുകയല്ലേ വേണ്ടത്? ഇനി വേണം എനിക്കും എൻ്റെ ചേട്ടനും കൂടി ഒരു ലോകയാത്ര നടത്താൻ. നിന്നെ കെട്ടിച്ചു വിട്ട് കഴിഞ്ഞാൽ ആ ജോലി തീർന്നല്ലോ. ചിന്നു മൂക്കിൽ വിരൽ വെച്ചു. ദുഷ്ട, മനസ്സിലിരിപ്പ് നോക്കിക്കേ. ലോകയാത്ര പോലും. ഞാനേ ഇവിടെ തന്നെ വന്നാ താമസിക്കാൻ പോണത്. എനിക്കും അരുണിനും ഇവിടെ നിന്നും ഓഫീസിൽ പോകാൻ എളുപ്പമാ. അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ് സെറ്റാക്കി. ഉള്ളിലൊരു പൂത്തിരി കത്തിയെങ്കിലും അവർ അത് പ്രകടിപ്പിച്ചില്ല. ട്രാൻസ്ഫർ കിട്ടിയാ മതിയായിരുന്നു. എന്റെ ദൈവമേ, എന്തൊരു ദുഷ്ടയാണിത്. സ്വന്തം മോളല്ലേ ഞാൻ. അവളുടെ മുഖത്ത് വന്ന ഭാവം കണ്ട് പൂർണിമ പൊട്ടിച്ചിരിച്ചു. നീ ഇവിടെ ചിരിച്ചോണ്ടിരിക്കുവാണോ പൂർണി? അവിടെ ലതിക ചിറ്റിയൊക്കെ വന്നിരിക്കുന്നു. ചെല്ല് അങ്ങോട്ട്. നീ എന്തൊരു കോലമാ ചിന്നു. നല്ലൊരു ഡ്രസ്സിട്ട് മുടി ചീകി ഒരുങ്ങിക്കേ. അമ്മായിയാണ് മഞ്ജുള. പെൺമക്കൾ ഇല്ലാത്തത് കൊണ്ട് ചിന്നുവിനോട് അവർക്ക് വല്ലാത്ത വാത്സല്യമാണ്. ബ്യൂട്ടീഷ്യൻ ഇപ്പൊ വരും അമ്മായി. ഞാൻ റെഡി ആയിക്കോളാം. ഒത്തിരി മേക്കപ്പ് വേണ്ടാട്ടോ, നാച്ചുറൽ ആണ് ഇപ്പോഴത്തെ ട്രെൻഡ്. അത് മതി. ആയിക്കോട്ടെ. അങ്ങനെ തന്നെ അവൾ അവരെ ചേർത്തു പിടിച്ചു. എന്റെ കുഞ്ഞങ്ങ് പോയാൽ പിന്നെ മറക്കുമൂടി ഈ അമ്മായിയെ. ഇടയ്ക്കൊക്കെ വീട്ടിൽ വരണേ. അവർ പുറം കൊണ്ട് കണ്ണുനീർ തുടച്ചു. സെന്റി അടിച്ച് കൊളമാക്കല്ലേ, പോയേ പോയി. അവൾ രണ്ടുപേരെയും ഉന്തി തള്ളിവിട്ടു. അരുണിന്റെ ഫോൺ വന്നപ്പോൾ അവൾ മുറിയിൽ കടന്ന് വാതിൽ ചാരി. എന്തായി അവിടെ? എല്ലാം ഭംഗിയായിട്ട് പോകുന്നു. റിലേറ്റീവ്സ് എല്ലാവരും വന്നു. ഇവിടെയും മിക്കവാറും എല്ലാവരും എത്തി. ഏട്ടന്മാർ 3-4 പേരുള്ളത് കൊണ്ട് ഞാൻ ഫ്രീ ആണ്. ഫ്രണ്ട്സ് വന്നാൽ പിന്നെ വിളിക്കാൻ പറ്റില്ല. അതാ നേരത്തെ വിളിച്ചത്. ടെൻഷനൊന്നുമില്ലല്ലോ. അരുൺ ഭയങ്കര കെയറിങ് ആണെന്ന് അവൾക്ക് തോന്നിയിട്ടുണ്ട്. പെണ്ണ് കാണാൻ വന്നപ്പോൾ തന്നെ ആ കണ്ണിലെ ശാന്തതയാണ് ഇഷ്ടമായത്. ടെൻഷനുണ്ട് എൻ്റെ അച്ഛനെ ഓർക്കുമ്പോൾ. അച്ഛന് ഭയങ്കര സങ്കടമാ. ഞാൻ പറഞ്ഞിട്ടില്ലേ അച്ഛന് ഹാർട്ടിന് അസുഖമുള്ളത്? അവളുടെ ശബ്ദമിടറി. അവൾ ജനാലയുടെ മുറ്റത്തു നിൽക്കുന്ന അച്ഛനെ നോക്കി. അച്ഛൻ ക്ഷീണിച്ചു പോയി. പെട്ടെന്ന് വയസ്സായതുപോലെ. അതൊക്കെ ഓർത്ത് വിഷമിക്കേണ്ട. നമ്മളെല്ലാം ഡിസൈഡ് ചെയ്തിട്ടുണ്ടല്ലോ. കുറച്ചുനാൾ കഴിഞ്ഞ് അവിടെ തന്നെ താമസിക്കാം. കഷ്ടിച്ച് 1 മാസം. അതുവരെ വിഷമിക്കാണ്ടിരിക്കാം. അവിടെ ആരും സമ്മതിച്ചില്ലെങ്കിൽ അതൊക്കെ ഞാൻ ശരിയാക്കാം. അരുണിന് ഭാര്യ വീട്ടിൽ നിൽക്കുമ്പോൾ വിഷമമുണ്ടാകുമോ? എന്തിന്? താൻ ഇവിടെ നിൽക്കുന്ന പോലെയല്ലേ അതും. താൻ എന്റെയല്ലേ, തൻ്റേതെല്ലാം എന്റേത് കൂടിയല്ലേ. നമുക്കിവിടെയും അവിടെയുമായി നിൽക്കാമല്ലോ. വിഷമിക്കേണ്ടാട്ടോ. അവളുടെ ഉള്ള് തണുത്തു. വെക്കട്ടെ അരുൺ? ശരി. അവൾ ഫോൺ കട്ട് ചെയ്തിട്ട് വീണ്ടും അച്ഛൻ നിന്ന ഭാഗത്തേക്ക് നോക്കി. 2 അറ്റാക്ക് കഴിഞ്ഞ ആളാണ്. ഉള്ളിൽ എപ്പോഴും തനിക്ക് പേടിയുമാണ്. തൻ്റെ കല്യാണം നിശ്ചയിച്ചതിൽ പിന്നെ പാവം ഒരിടത്തിരുന്നിട്ടില്ല. പാവമണച്ചൻ ഒന്ന് നുള്ളിപ്പോലും നോവിച്ചിട്ടില്ല, വഴക്കു പറഞ്ഞിട്ടില്ല. വൈകുന്നേരം ജോലി കഴിഞ്ഞ് വരുമ്പോൾ അച്ഛൻ്റെ പൊന്നുവേ എന്നൊരു വിളിയുണ്ട്. ഓടിച്ചെല്ലുമ്പോൾ കയ്യിൽ എന്തെങ്കിലും ഉണ്ടാവും.
പഴംപൊരിയോ പരിപ്പുവടയോ ഡ്രൈവറാണ് അച്ഛൻ. തുച്ഛമായ വരുമാനത്തിൽ നിന്ന് മിച്ചം പിടിച്ച് ഒരു വീട് വച്ചു. തന്നെ പഠിപ്പിച്ചു. കല്യാണത്തിനുള്ളതെല്ലാം സ്വരുക്കൂട്ടി 1 രൂപ കടമില്ല. എല്ലാം അച്ഛൻ്റെ അധ്വാനം, അച്ഛൻ്റെ മിടുക്ക്. സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാതെ ജോലിയെടുത്ത് വരുത്തി വെച്ചതാ ഈ അസുഖം പോലും. പാവം എൻ്റെ അച്ഛൻ. അവളുടെ കണ്ണ് നിറഞ്ഞു. ആ നേരം തന്നെ അച്ഛൻ അവിടേക്ക് നോക്കി. എന്താ എന്നൊരു കയ്യാങ്യം. ഒന്നുമില്ല, അവൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു. അച്ഛൻ പിന്നെയും നോക്കുന്നുണ്ട്. അവൾ കൈവീശി കാണിച്ചു. ഒന്നുമില്ല. ചിന്നുവിൻ്റെ ഉള്ളിൽ അച്ഛന് മനസ്സിലാകുന്നുണ്ടായിരുന്നു. അവളുടെ കണ്ണുകൾ തന്നിലേക്ക് നീളുമ്പോൾ ഹൃദയത്തിലൊരു പിടച്ചിലാണ്. പൊന്നുമോളെ വളർത്തിക്കൊണ്ടുവന്ന മോളാണ്. നാളെ പടിയിറങ്ങി കഴിഞ്ഞാൽ വേറെ കുടുംബങ്ങളിലെ അവകാശികൾ തങ്ങളിലേക്ക് വരാൻ നേരമില്ലാതാവുമോ തന്റെ മോൾക്ക്? പക്ഷെ കടന്നു പോകേണ്ട നേരം തന്നെയാണിത്. വേർപാട് അനിവാര്യം തന്നെ. അയാൾ കസേരയിലേക്ക് ശരീരം ഇറക്കി വെച്ച് മുഖം തുടച്ചു. വിവാഹം. അച്ഛനെ നോക്കുമ്പോൾ തന്നെ കണ്ണു നിറഞ്ഞു പോകുന്നത് കൊണ്ട് താലികെട്ട് കഴിയും വരെ അവൾ ബോധപൂർവം അങ്ങോട്ട് നോക്കിയില്ല. അരുണിന്റെ കൈയിലേക്ക് അവളുടെ കൈ ചേർത്ത് വെക്കുമ്പോൾ അവൾ ആ മുഖത്തേക്ക് നോക്കി കണ്ണടച്ച് പ്രാർത്ഥിക്കുകയാണ് അച്ഛൻ. ആ കണ്ണിൽ ഒരു തുള്ളി അവളുടെ കൈയിലേക്ക് ഇറ്റു വീണു. അച്ഛ, അവൾ ഇടറി വിളിച്ചു. അച്ഛൻ പെട്ടെന്ന് കണ്ണു തുറന്ന് പുഞ്ചിരിച്ചു. എന്റെ മോളെ വിഷമിപ്പിക്കരുത്, അരുണിനോടായി മെല്ലെ മന്ത്രിച്ചു. അരുൺ അച്ഛന്റെ കയ്യിലൊന്ന് അമർത്തി. ഇല്ല, പ്രോമിസ്. ഇനി 3 പ്രദക്ഷിണം. പൂജാരി ഉറക്കെ പറഞ്ഞപ്പോൾ അവർ നടന്നു തുടങ്ങി. ഭക്ഷണം കഴിക്കുമ്പോൾ അച്ഛൻ്റെയും അരുണിന്റെയും ഇടയ്ക്കായിരുന്നു അവൾ. പരിപ്പും പപ്പടവും കൂട്ടിയുള്ള ആദ്യത്തെ ഉരുള അവളുടെ വായിൽ വെച്ചു കൊടുത്തു അച്ഛൻ. ചിന്നുവിന് ഏറ്റവും ഇഷ്ടമുള്ള കറികളാ പരിപ്പും പപ്പടവും. അതുണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട. പിന്നെ രാവിലെ ആണെങ്കിൽ ദോശ മതി, നിർബന്ധം ഒന്നുമില്ല. അങ്ങനെ പാവ, അച്ഛൻ അരുണിനോട് പറഞ്ഞു. പിന്നെ മുണ്ടിന്റെ തുമ്പ് ഉയർത്തി കണ്ണു തുടച്ചു. അരുണിന്റെ കണ്ണും ഒന്ന് നിറഞ്ഞതുപോലെ. ഈ മനുഷ്യൻ സ്നേഹിക്കും പോലെ ഈ ആയുസിൽ തനിക്ക് പറ്റുമോ? അവൻ വെറുതെ ഒന്ന് ആലോചിച്ചു നോക്കി. നോട്ടത്തിൽ, വാക്കുകളിൽ, ഉടലിലൂടെ ഓടുന്ന രക്തത്തിൽ പോലും മകൾ മാത്രമുള്ള അച്ഛനോളമാകാൻ തനിക്ക് പറ്റുമോ? ആയുസ് മുഴുവൻ മകൾ എന്ന മന്ത്രത്തിൽ ശക്തിയിൽ ജീവിക്കുന്ന അച്ഛനാവാൻ ഒരുപക്ഷെ താനും ഒരച്ഛനാകുന്ന നാളത്തണം. കാറിലേക്ക് ചിന്നു കയറാനുള്ള നേരമായി. എല്ലാം നഷ്ടപ്പെട്ടതുപോലെ അച്ഛൻ. അതുവരെ അടക്കി പിടിച്ചതൊക്കെ നിയന്ത്രണം വിട്ടുപോയി. അവൾ ആ നെഞ്ചിൽ വീണ് ആർത്തലച്ച് കരഞ്ഞു. അച്ഛനെ കെട്ടിപ്പിടിച്ചു. ഇറുകെ ഇറുകെ. അച്ഛൻ്റെ ആ മുഖം 1000 ഉമ്മ കൊടുത്തു. എന്റെ പൊന്നുമോൾ, എന്റെ ജീവൻ. നെഞ്ചു പറഞ്ഞു പോകുന്ന വേദനയിലും അവളെ അടർത്തി മാറ്റി അരുണിനൊപ്പം കാറിൽ കയറ്റി. അച്ഛൻ വിഷമിക്കില്ലേ, ഞങ്ങൾ ഇവിടെ തന്നെ വരും, ഇങ്ങോട്ട് തന്നെ വരും. അച്ഛൻ്റെ ചിന്നു എന്നും അച്ഛൻ്റെ ഒപ്പം തന്നെ കാണും. ഇതെന്റെ വാക്കാണ്. അരുൺ അച്ഛൻ്റെ കയ്യിൽ മുറുകെ പിടിച്ച് ഉറപ്പോടെ പറഞ്ഞു. അച്ഛൻ പുഞ്ചിരിച്ചു. അവന്റെ നെറുകയിൽ തൊട്ടു. നന്നായി വരും. കാർ അകന്നു പോകുമ്പോൾ പൂർണിമ അയാളുടെ കയ്യിൽ ചേർത്ത് പിടിച്ചു. കരയാതെ, അവളിങ്ങി വരില്ലേ? അയാൾ ചിരിക്കാൻ ശ്രമിച്ചു. ഈ നേരവും കടന്നു പോകും, പൂർണിമ വീണ്ടും പറഞ്ഞു. അയാൾക്കത് അറിയാമായിരുന്നു. കടന്നു പോകാനാണ് പ്രയാസം, പക്ഷേ കടന്നു പോയേ പറ്റൂ. ഹൃദയത്തെ നിയന്ത്രണത്തിലാക്കി അയാൾ പൂർണിമയ്ക്കൊപ്പം തിരിച്ചു നടന്നു. ഇത്തരത്തിലുള്ള മനോഹരമായ കഥകൾക്ക് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.